പെട്ടെന്ന് മറഞ്ഞ സമയത്ത് തന്നെ ഡ്രൈവർ റോഡിലാണ്. ഡ്രൈവർ അതിന് തെറിച്ചു പോയതാണോ, അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതാണോ മനസ്സിലായി. റോഡിലാണ് മറഞ്ഞ സമയത്തുള്ള മറഞ്ഞ സമയത്ത് ആ റോഡിലുള്ള ഡ്രൈവറെ ഞാൻ നോക്കി. രണ്ടാമത് ആ വണ്ടി എനിക്ക് കുറച്ച് പുകയും ഇതെല്ലാം കൂടെ വന്ന് എൻ്റെ വണ്ടി കുറച്ച് ആ വണ്ടീൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ആക്കിയിട്ട് കുറച്ച് ബാക്കോട്ടാക്കി റിവേഴ്സ് ആക്കി വണ്ടി അവിടെ വെച്ചു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഡ്രൈവറെ കാണുന്നില്ല. പിന്നെ പുകയാണ്, ആകെ പുകയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഭീകര അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് സൈലൻസർ നിലത്ത് കുത്തിയിട്ടാന്ന് തോന്നുന്നു. അങ്ങനെയാണ് പുക ഒന്നായിട്ട് എല്ലാ ഭാഗത്തും വന്ന്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബസ്സിലുള്ള സ്ത്രീകളും നിലവിളിക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെ കൂട്ടക്കരച്ചിലാണ്. എന്താ സംഭവിക്കുന്നത്, ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയതല്ലേ ആളുകൾ. കോഴിക്കോട് എലത്തൂർ കോരപ്പുഴ പാലത്തിന് സമീപം ഇന്നൊരു അപകടം നടന്നിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപ്പോൾ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച ഡ്രൈവർ, അതായത് മറ്റൊരു ബസ്സിൻ്റെ ഡ്രൈവറുണ്ട് നമ്മോടിപ്പം. ചേട്ടാ, എന്താ സംഭവിച്ചത്? എലത്തൂർ പെട്രോൾ പമ്പിന് മുമ്പിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങളെ ബസ് അവിടെ എത്തുന്ന സമയത്ത് ഒരു ബസ് ഒരു ലോറിക്ക് തട്ടിയിട്ട് മറിയാണ് ഉണ്ടായത്. ഒരു ബസ്സിൻ്റെ അടുത്ത് ഒരു 5 മീറ്റർ മുമ്പിലാണ്. ഒരു ചെറിയൊരു ടൈമിങ്ങിന് വ്യത്യാസമില്ല, ഇതിൻ്റെ മുകളിലേക്കാണ് വരിക. അത്രയും അടുത്തെത്തി പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് മറിഞ്ഞ സമയത്ത് ഇതിൽ യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാർ എല്ലാവരും കൂടി പിന്നെ ഇറങ്ങി. അപ്പോഴേക്കും നാട്ടുകാരും എല്ലാവരും എത്തി. പിന്നെ ബസ്സിൻ്റെ ഡോർ സൈഡായിരുന്നു മറിഞ്ഞു വരുന്നത്. ആൾക്കാർക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഒരു കോടി എടുത്തുകൊണ്ട് വെച്ചു, ബസ്സിന് മുകളിൽ വെച്ചു. കുറച്ച് പേര് അതിലൂടെ ഇറങ്ങി. ബാക്ക് ഗ്ലാസ് ആദ്യം അടഞ്ഞു കിടക്കായിരുന്നു. അത് വന്ന് ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ, അപ്പോൾ അവർ പൊട്ടിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരാൾ വന്ന് ആ ഗ്ലാസ് ഊരിയെടുക്കാൻ കഴിഞ്ഞതിന് ശേഷം ഒരാൾ അവിടെ നിലത്ത് പ്ലാറ്റ്ഫോമിൽ കൈ അതിന് കുടുങ്ങിയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ഒരു പ്രാണരക്ഷാർത്ഥം എന്നുള്ള രൂപത്തിൽ ആളുകൾ അയാളെ മേലെക്കൂടിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ജനങ്ങൾ പറഞ്ഞതിന് ശേഷം അവർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായി. പിന്നെ നല്ല സഹകരണത്തോടു കൂടി എല്ലാവരെയും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കുകയും വാഹനങ്ങളുടെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. പോലീസ് വണ്ടി എത്താനും ഉള്ളൊരു ചെറിയൊരു താമസം എന്ന് പറഞ്ഞാൽ എലത്തൂർ സ്റ്റേഷനിലുള്ള 2 വണ്ടി ഉടനെ എത്തി. അവർ 2 വണ്ടിയിലും ഒരു കൂടുതൽ പരിക്കേറ്റവരെയും കൊണ്ട് ആ വണ്ടി പോയി. പിന്നെ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ബസ്സിലുണ്ടായിരുന്നവരും അതുപോലെ പെട്രോൾ പമ്പിലെ ജീവനക്കാരുമായിരുന്നു. പെട്രോൾ പമ്പിന് ചുറ്റും അവിടെ എണ്ണയടിക്കാൻ വന്ന ആളുകളുണ്ട്. പിന്നെ ഈ ഓടി വന്ന ആളുകളുണ്ട്. പിന്നെ അവിടെ ഈ ബേപ്പൂർ പുതിയാപ്പൂർ ബസ്സിലെ ഡ്രൈവറുണ്ട്, അവർ അതിന് മുന്നിലെത്തിയിരുന്നു. ആ ബസ്സിലെ ഡ്രൈവറും പിന്നെ എലത്തൂർ ശ്രീറാം ബസ്സിലെ ഡ്രൈവർ ലാലു, അങ്ങനെയുള്ള ആളുകളൊക്കെ ഓടിയെത്തി. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ ഇറക്കി. ഒരു 7:45 അപകടം നടന്നത്. 7:45 ഉള്ളിൽ 7:40 7:45 ഇടയ്ക്ക്. അപ്പോൾ 7:45 അപകടം നടന്ന് പിന്നെ നമുക്ക് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് എസ്കോർട്ടോടുകൂടി ഈ ബസ് മെഡിക്കൽ കോളേജിലേക്ക് 45ഓളം പേരുമായി ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. എസ്കോർട്ടോടുകൂടി പോയതുകൊണ്ട് ഏകദേശം 8:20 മെഡിക്കൽ കോളേജിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരുടെ നല്ല പരിക്കാണ്, നല്ല ഗുരുതരമായ പരിക്കുള്ള കുറേ പേരുണ്ട്. പിന്നെ പല്ല്, അങ്ങനെ സ്ത്രീകളും കുട്ടികളും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറേ ആൾക്ക് ഇതിൽ ഒരു വലിയൊരു ശതമാനത്തിന് കൈ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഈ എവിടെയോ രക്ഷപ്പെടാനുള്ള എന്തിനാണെന്ന് അറിയില്ല. മിക്കവാറും ആളുകളെ കൈ ഒടിഞ്ഞു, അസ്ഥി ഒടിഞ്ഞു, അധിക പേരുടെ. അങ്ങനെ ആ സമയത്ത് ഈ ബസ്സിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഈ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് വരുന്ന മീൻ കച്ചവടക്കാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാപ്പാടുള്ള ഒരു സ്ഥിരമായിട്ട് വരുന്ന മീൻ കച്ചവടക്കാരുണ്ട്. അയാൾ ഈ ബക്കറ്റിൽ മീനുമായിട്ട് ഇതിനകത്ത് വെച്ചതാണ്. അപ്പോൾ അയാൾ ഈ രക്ഷാപ്രവർത്തനം പോയി. പിന്നെ അയാൾ രോഗികളെ കൊണ്ടുപോയി അയാൾ വന്നില്ല. അയാൾ വരാണ്ടായ സമയത്ത് ആ ലാലു എന്ന് പറഞ്ഞ ഡ്രൈവർ എടുത്ത് റോട്ടിൽ വെക്കുക. അയാൾ മീൻ എന്തായെന്നൊന്നും ഞങ്ങളറിയില്ല. അത് റോട്ടിൽ വെച്ചിട്ടാണ് പോയത്. അയാൾ തിരക്ക് പിടിച്ച് പോകുക. ഒരാഴ്ച പനിയായിരുന്നു, പണിക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇത് കണ്ടതിന് ശേഷം പിന്നെ അയാൾ മീനൊന്നും അയാൾ നോക്കിയില്ല. അയാൾ സാധിക്കുന്ന പേര് തിരുവങ്ങൂരുള്ള. ഇതിപ്പം മറിഞ്ഞപ്പോഴേ വലിയ പുകയും കാര്യങ്ങളൊക്കെ ഉയർന്നിരുന്ന ഒരു ചെറിയൊരു ഭീകരാന്തരീക്ഷം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നു അത് മറിഞ്ഞ സമയത്ത്? പിന്നെ മറിഞ്ഞ സമയത്ത് എന്താ വെച്ചാൽ പെട്ടെന്ന് മറിഞ്ഞ സമയത്ത് തന്നെ ഡ്രൈവർ റോഡിലാണ്. ഡ്രൈവർ അതിന് തെറിച്ചു പോയതാണോ, അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതാണോ മനസ്സിലായി. റോഡിലാണ് മറിഞ്ഞ സമയത്ത് ആ റോഡിലുള്ള ഡ്രൈവറെ ഞാൻ നോക്കി. രണ്ടാമത് ആ വണ്ടി എനിക്ക് കുറച്ച് പുകയും ഇതെല്ലാം കൂടെ വന്ന് എൻ്റെ വണ്ടി കുറച്ച് ആ വണ്ടീൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ആക്കിയിട്ട് കുറച്ച് ബാക്കോട്ടാക്കി റിവേഴ്സ് ആക്കി വണ്ടി അവിടെ വെച്ചു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഡ്രൈവറെ കാണുന്നില്ല. പിന്നെ പുകയാണ്, ആകെ പുകയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഭീകര അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് സൈലൻസർ നിലത്ത് കുത്തിയിട്ടാന്ന് തോന്നുന്നു. അങ്ങനെയാണ് പുക ഒന്നായിട്ട് എല്ലാ ഭാഗത്തും വന്നത്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബസ്സിലുള്ള സ്ത്രീകളും നിലവിളിക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെ കൂട്ടക്കരച്ചിലാണ്. എന്താ സംഭവിക്കുന്നത്, ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയതല്ലേ ആളുകൾ. ബസ് അമിത വേഗതയിലായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു? അങ്ങനെ ഞാൻ അമിത വേഗതയിലാണോന്ന് അറിയേണ്ടിയിട്ട് ഇതിൽ കയറിയ യാത്രക്കാർ, ആ ബസ്സിലെ യാത്രക്കാർ, ഇതിന് മുമ്പിൽ ഇരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സ്ത്രീകളോട് ഞാൻ ചോദിച്ചു ഈ ബസ്സിൻ്റെ എന്താ സംഭവം, അമിത വേഗതയാണോ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അമിത വേഗതയായിട്ടൊന്നും തോന്നിയിട്ടില്ല,
പിന്നെ എന്താ സംഭവിച്ചത് ഞങ്ങൾക്കൊന്നും മനസ്സിലായി. പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ ടിപ്പറിൻ്റെ ബാക്കിലടിച്ചിട്ട് നിയന്ത്രണം വിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്, പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ച ആളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തൊട്ടുപിറകെ ഉണ്ടായിരുന്ന ബസ്സിൻ്റെ ഡ്രൈവറാണ്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.